PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCERTയുടെ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വരയ്ക്കാം വായിക്കാം എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭൂപടങ്ങളെക്കുറിച്ചും അതുപോലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ കുറച്ച് അടിസ്ഥാന വസ്തുതകളും അതുപോലെ ഗ്ലോബിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് 4 ദിക്കുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അങ്ങനെ 4 ദിക്കുകളാണ് ഭൂപടത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു സ്ഥലത്തെ കുറിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് 4 ഉപദിക്കുകൾ, അതിൻ്റെ നടുക്കായിട്ട് വരുന്ന വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നാണ് 4 ഉപദിക്കുകളുമുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായിട്ട് കണക്കാക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്ന ദിശ പടിഞ്ഞാറായിട്ടും അതുപോലെ സൂര്യൻ അഭിമുഖമായി കിഴക്ക് ദിശയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വലത് കൈ ഏത് ദിശയിലായിരിക്കും? തെക്ക് ദിശയിലായിരിക്കും. ഇടത് കൈ ആണെങ്കിൽ വടക്ക് ദിശയിലുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ദിശകൾ പറയുന്നത്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം, മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളൊരു ബാർ മാഗ്നറ്റൊക്കെ ഭൂമിയിൽ എവിടെ വെച്ചാലും നോർത്ത് സൗത്തായിട്ട് നിലകൊള്ളും. അപ്പോൾ ആ ഒരു ബേസിക് കാര്യമാണ് ഈ വടക്ക് നോക്കി യന്ത്രത്തിലുള്ളത്. വടക്ക് നോക്കി യന്ത്രത്തിലെ സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിരുന്നു. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിൽ പകർത്തുന്നതാണ് ഭൂപടം. അപ്പോൾ ഭൂപടം എന്താണെന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഗോളാകൃതിയിലാണ് നമ്മുടെ ഭൂമിയുടെ ആകൃതി. പക്ഷെ നമ്മളൊരു പേപ്പറിൽ എങ്ങനെയാണോ ആ ആകൃതിയെ വരച്ച് കാട്ടുന്നത് അതാണ് ഭൂപടം, മാപ്പ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. അപ്പോൾ ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനമെന്ന് PSC ഇതിനു മുന്നേ 1 വേർഡായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളാണ് കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിലെ പദത്തിൽ നിന്നാണ്? ഫ്രഞ്ച്. അപ്പോൾ ഫ്രഞ്ച് ഭാഷയിലെ 2 പദങ്ങളിൽ നിന്നായിട്ടാണ് കാർട്ടോഗ്രഫി എന്ന പദം രൂപമെടുത്തത്. കാർട്ടെ എന്നാൽ ഭൂപടമെന്നും ഗ്രാഫിക്സ് എന്നാൽ വരയ്ക്കുക എന്നുമാണ്. അപ്പോൾ ഭൂപടം വരയ്ക്കുക എന്ന മീനിങ്ങിൽ കാർട്ടോഗ്രഫി. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും പരിശോധിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട് ഇന്ത്യക്ക്, അതാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഇതിനു മുന്നേ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഡെറാഡൂണാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ദിശ വടക്കാണ്, താഴ്ഭാഗത്തെ സൂചിപ്പിക്കുന്നത് തെക്കും, വലതുഭാഗം പടിഞ്ഞാറും ഇടതുഭാഗം കിഴക്കുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഭൂപടത്തിൽ ചുമർ ഭൂപടങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റു ഭൂപടങ്ങളിലായാലും ഒരു ക്രോസ് ചിഹ്നം വലത് ഭാഗത്തുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്: തലക്കെട്ട്, തോത്, ദിശ, സൂചിക, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ടൊരു ഭൂപടത്തിൽ വേണം. ഇനി അതിൻ്റെ താഴോട്ട് ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ പോലെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. അപ്പോൾ ആ ഭൂപടം എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് ആദ്യം ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം എന്നുള്ളൊരു മീനിങ്ങിൽ തലക്കെട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് സൂചിക എന്താണ്? ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക, ഇൻഡെക്സ് കീ. ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് അഥവാ സ്കെയിൽ. അപ്പോൾ ഭൂമിയിൽ വലിയ വലിയ സ്ഥലങ്ങളായിരിക്കും, അതിനെ നമ്മൾ ചെറുതാക്കിയൊരു പേപ്പറിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിൻ്റേതായ തോത് നമ്മളവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ 5 കിലോമീറ്റർ ആണ് 1 സെൻറ്റിമീറ്ററിന് പകരമായി തോത് വെച്ചിരിക്കുന്നതെങ്കിൽ അത് നമ്മളവിടെ കൊടുക്കണം, അതാണ് തോത്. അടുത്തതായിട്ട് കേരളത്തിൻ്റെ ഭൂപടത്തിലെ ചിഹ്നങ്ങളും സൂചികകളും. അപ്പോൾ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സൂചികകളാണ് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോട്ട് ഡോട്ടായിട്ടുള്ള ബ്ലാക്ക് ലൈനാണ് സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നത്. ജില്ലാ അതിർത്തിയെ
കറുത്ത നിറത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ജില്ലാ അതിർത്തി. നദിയുടെ ഒരു ശിഖരം, ഒരു കൈവഴിയുടെ ഒരു മാതൃകയാണ് നദി സൂചിപ്പിക്കുന്നത്. ദേശീയപാതകളാണെങ്കിൽ ഡബിൾ സ്ട്രെയിറ്റ് ലൈനാണ്. റെയിൽപാതകളുടെ ചിഹ്നത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. തലസ്ഥാനമാണെങ്കിൽ ഒരു സ്റ്റാർ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ജില്ലാ ആസ്ഥാനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കറുത്ത ഡോട്ടായിട്ടാണ്. തുറമുഖങ്ങൾ കപ്പലിൻ്റെ ആകൃതിയിലും വിമാനത്താവളങ്ങൾ വിമാനത്തിൻ്റെ ആകൃതിയിലും അതുപോലെ സംസ്ഥാന പാതകൾ ചുവന്ന വരകളിലുമാണ് കൊടുക്കുന്നത്. സംസ്ഥാന പാതകൾ ചുവന്ന വരകളിലാണെന്നും ജില്ലാ അതിർത്തികൾ ബ്ലാക്ക് വരകളിലുമാണെന്നും ഓർത്തു വയ്ക്കുക. കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകളാണ് പറയുന്നത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. അപ്പോൾ വയനാട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പേ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വയനാട് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. കർണാടകയും തമിഴ്നാടുമാണത്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. അതിൽ 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നു, 41 എണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്നു. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. നമുക്കറിയാം എല്ലാ നദികളും മലനാട്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അപ്പം കിഴക്ക് ഭാഗത്തു നിന്നും അറബിക്കടലിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റെയിൽപാതകളുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ടാണ്. അടുത്തതായിട്ട് ഈ ബോക്സിലെ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് മഞ്ചേശ്വരം. അതുപോലെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല. വടക്കേ അറ്റത്തുള്ള വില്ലേജ് തലപ്പാടി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വില്ലേജ് കളയിക്കാവിള. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരവും തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകരയുമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും ചെറിയ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ മഞ്ചേശ്വരം പുഴ, കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് തിരുവനന്തപുരത്തെ നെയ്യാർ. അപ്പോൾ നമുക്കിതിൽ വില്ലേജും താലൂക്കും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കണം. ബാക്കി 2 മാറിപ്പോകാതിരിക്കാൻ നമുക്കൊരു കോഡ് സെറ്റ് ചെയ്ത് വെക്കാം. കളിപ്പാടി വില്ലേജ് എന്ന് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് വില്ലേജിനുള്ള കോഡായി. കളയിക്കാവിള വില്ലേജും തലപ്പാടി വില്ലേജും. അതുപോലെ താലൂക്കിൻ്റെ ലുക്ക് നമ്മൾ മാറ്റി വെക്കുക. ലുക്ക് എന്നാൽ താലൂക്കിനെ സൂചിപ്പിക്കുന്നത്. അപ്പം നെയ്യും മഞ്ചും കഴിച്ചാൽ ലുക്ക് കിട്ടുമെന്ന് ഓർത്ത് വെക്കുക. നെയ്യാറും മഞ്ചേശ്വരവും. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് അല്ലാണ്ട് തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ മാറിപ്പോവാതെ കോഡിലൂടെ പഠിച്ചു വയ്ക്കാം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതാണ്? തമിഴ്നാടും കർണാടകയും. കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. തെക്ക് കിഴക്കാണെങ്കിൽ തമിഴ്നാട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. അപ്പോൾ കേരളത്തിൻ്റെ 4 ദിക്കുകളും എന്തൊക്കെയായിട്ട് എങ്ങനെ അതിർത്തി പങ്കിടുന്നുവെന്ന് 4 പോയിൻറ്റ്സിലൂടെ അവിടെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അപ്പോൾ വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും വടക്കു ഭാഗത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശുമാണ്. തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലുമാണ്. തെക്ക് ഭാഗത്തുള്ള കടലാണ് ഇന്ത്യൻ മഹാസമുദ്രം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? കിഴക്ക്. അപ്പോൾ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ഓർത്തു വയ്ക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ചൈന, ശ്രീലങ്ക. അപ്പോൾ ഈ അയൽ രാജ്യങ്ങളെ നമുക്കൊന്ന് ഓർത്തു വയ്ക്കണം. അവ എവിടെയൊക്കെയാണ്, ഏത് സ്ഥലത്താണ്, ഏത് ദിശകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഓർത്തു വയ്ക്കണം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമറും. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ഇന്ത്യയുടെ വസ്തുതകൾ എന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിസ്ഥാന വസ്തുതകൾ. അതിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു ഭൂപടം എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സ്ഥാനമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.
ഇനി ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ആണ്. രൂപീകൃതമായത് കേരളം വന്ന അതേ ഒരു ഡേറ്റിലാണ്, 1956 നവംബർ 1. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അയൽ രാജ്യം നേപ്പാളാണ്. വടക്കു ഭാഗത്ത് മറ്റു രാജ്യങ്ങളുണ്ട്, അത് മാറിപ്പോവാതെ നേപ്പാളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 8 ആണ്. 8 സംസ്ഥാനങ്ങളുമായിട്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപമാണ് കഥക്. അപ്പോൾ കഥക് ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ്. അത് ഇനി മുന്നേ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. കഥക്കിൻ്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ പതാകയിലെ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നതും അതേ സ്ഥലത്തു നിന്നാണ്. ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങൾ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. ഇനി ഉത്തർപ്രദേശിലെ നഗരങ്ങളുടെ കുറച്ച് സവിശേഷതകൾ, അതറിയപ്പെടുന്ന പേരുകൾ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ് ലക്നൗ. ഇന്ത്യയുടെ വിശുദ്ധ നഗരം വാരണാസി. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിൻ്റെ നീതിന്യായ തലസ്ഥാനമാണ് അലഹബാദ്. അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വിശുദ്ധ നഗരം വാരണാസി, കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ ലക്നൗ ആണ്, ഏറ്റവും വലിയ നഗരം കാൺപൂർ. അപ്പോൾ കണ്ടാലും ആ നഗരം തീരില്ല, അപ്പോൾ ഒരുപാട് കാണാനുണ്ട് എന്നുള്ള ഇതിൽ കാൺപൂർ എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. പിന്നെ നീതിന്യായ തലസ്ഥാനം അലഹബാദ്. ഈ അലമ്പൊക്കെ ഉണ്ടാകുമ്പോൾ ആണല്ലോ നമ്മൾ നീതി ന്യായവും ഒക്കെ തേടി പോവുക. അപ്പോൾ കോടതി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. അപ്പോൾ അലഹബാദിൻ്റെ പുതിയ പേര് ഓർത്തു വയ്ക്കുക, പ്രയാഗ്രാജ്. അടുത്തതായിട്ട് ഭൂഖണ്ഡം. ഭൂഖണ്ഡത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ്? സമുദ്രങ്ങൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ. അപ്പം കടലിടുക്ക്, ഉപഭൂഖണ്ഡം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാണെന്ന്. അപ്പോൾ ഭൂഖണ്ഡങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഡെഫിനേഷൻ ഉണ്ട്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ കരഭാഗങ്ങൾ. ഭൂഖണ്ഡങ്ങളുടെ എണ്ണം 7. ഭൂഖണ്ഡങ്ങൾ വലിപ്പക്രമത്തിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ 7 എണ്ണം അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അപ്പോൾ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ, വലുതോ ഏഷ്യയാണ്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡം നമുക്കറിയാം ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡവും ഏഷ്യയാണ്. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങളാണ് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. അപ്പോൾ ഓരോന്നിൻ്റെയും സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അടുത്തായിട്ട് വാസ്കോഡ ഗാമയുടെ കുറച്ച് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും ഗാമയും സംഘവും യാത്രയ്ക്കായി പുറപ്പെട്ട പായ്ക്കപ്പലുകളുടെ എണ്ണം 4. അപ്പോൾ 4 പായ്ക്കപ്പലുകളിലായിട്ട് ഗാമയും സംഘവും പുറപ്പെട്ടു. എവിടെ നിന്നാണ്? ലിസ്ബൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. അപ്പോൾ ഈ കപ്പലുകളുടെ പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലേക്കുള്ള യാത്രയിലെ വാസ്കോഡ ഗാമയുടെ നാവിക സംഘാംഗങ്ങളുടെ എണ്ണം 170. അപ്പോൾ 170 അംഗങ്ങളുമായിട്ടാണ് വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത ഗാമയും കൂട്ടരും ആദ്യം എത്തിയത്
ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ്. അപ്പോൾ അന്നൊക്കെ പായ്ക്കപ്പലുകൾ കാറ്റിൻ്റെ സഹായത്തോടെയായിരുന്നു ആദ്യമായിട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച ഗാമയുടെ നാവിക സംഘം എത്തിച്ചേർന്ന തുറമുഖം മലിന്തി. അപ്പോൾ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലാണ് മലിന്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മലിന്തി തുറമുഖം അത് നമ്മൾ ഓർത്ത് വയ്ക്കണം ആ പേര്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ആ ഒരു പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം ഗോവയിലാണ്. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള കോഴിക്കോടിനടുത്തെ കാപ്പാട് എത്തിച്ചേരാൻ വാസ്കോഡ ഗാമയെ സഹായിച്ച കാറ്റ് മൺസൂൺ കാറ്റാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് പല ചാപ്റ്ററുകളിലും പറയുന്ന ഒരു ഡേറ്റാണ്. കാപ്പാട് വന്നിറങ്ങിയ ഡേറ്റ് 1498 മെയ് 20. അപ്പോൾ ആ മൺസൂൺ കാറ്റാണ് അതിനു വേണ്ടി സഹായിച്ചത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. മൺസൂൺ കാറ്റാണ് സഹായിച്ചത്. അടുത്തതായിട്ട് ഗ്ലോബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭൂപടങ്ങളെക്കുറിച്ച് പറഞ്ഞു, അടിസ്ഥാന വസ്തുതകളൊക്കെ പറഞ്ഞു. ഇനി ഗ്ലോബിൻ്റെ കുറച്ച് പോയിൻറ്റുകളാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് മാൽത്യൂസ്. അപ്പോൾ ഗ്രീസുകാരനായ മാൽത്യൂസ് ആണ് ആദ്യമായിട്ട് ഗ്ലോബ് നിർമ്മിച്ചത്. ഗ്ലോബിനെ അല്ലെങ്കിൽ ഭൂമിയെ തന്നെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ, ഇക്വേറ്റർ. അപ്പോൾ ദക്ഷിണാർദ്ധഗോളവും ഉത്തരാർദ്ധഗോളവുമായിട്ട് തിരിക്കുന്നത് ഇക്വേറ്ററാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഗ്ലോബിൽ അല്ലെങ്കിൽ ഭൂപടത്തിൽ കുറുകെയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ, ലാറ്റിറ്റ്യൂഡ്. ഭൗമോപരിതലത്തിലെ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം 181. ഗ്ലോബിൽ നെടുകെയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡ്. ആകെ രേഖാംശ രേഖകൾ 360. അപ്പോൾ 360 ഏറ്റവും കൂടിയ നമ്പർ. അപ്പോൾ രേഖാംശ രേഖകളുടെ അക്ഷാംശ രേഖകളുടെ എണ്ണവും പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ എവിടെയാണ് ഇന്ന സ്ഥലം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ അക്ഷാംശ രേഖാംശീയ രേഖകൾക്ക് അത്രയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, എന്നാൽ സിമ്പിളുമാണ്. അടിസ്ഥാന വസ്തുതകളൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പഴയ SCERT ഇല്ലാത്ത പുതിയതിൽ ആഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക. താങ്ക് യു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.